എൻ്റെ ഒരു കൊച്ചു നാട്ടിൻപുറമാണ് കേട്ടോ. ആ നാട്ടിൻപുറം ഇത്രയും ഭംഗിയുണ്ടാവും എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. പക്ഷേ എന്ത് രസമാണ് ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ. നമ്മൾ താഴെക്കൂടെ നോക്കുമ്പോൾ കുറേ വീടുകളും ബിൽഡിങ്ങുകളും മാത്രം കാണുമ്പോൾ ഇത്രയും ഒരു പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്യുകയില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്നുള്ളതിനെ പറ്റിയും അതെങ്ങനെയാണ് ആ തോട്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നത് ഞങ്ങളുടെ അടുത്തൊരു സ്റ്റോപ്പാണ് കേട്ടോ. ഒരു കിലോമീറ്റർ അപ്പുറമുള്ള. സോ ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു മെയിൻ റോഡായിട്ട് വരുന്നത്. നല്ല രസമുണ്ട് അല്ലേ. കുറേ പച്ചിപ്പ് പിടിച്ച സ്ഥലവും അതിനകത്ത് കുറേ കുഞ്ഞു 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 വീടുകളും. ഓൾമോസ്റ്റ് ഇത് ഈ കാണുന്നത് ഒരു വലിയ തോട്ടമാണ് കേട്ടോ. ഇവിടെ ഒരു എയർപോർട്ട് പണ്ട് വരാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നെ വേറെ എന്തോ കുറേ റീസൺസൊക്കെ കാരണം അവസാനം എയർപോർട്ട് വന്നില്ല. ഒത്തിരി ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ് കേട്ടോ ആ ഒരു റബ്ബർ തോട്ടം. അവിടെ എയർപോർട്ടൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ ഏരിയ ഭയങ്കര ഫേമസ് ആയിരുന്നേനെ. നിങ്ങളുടെ ആരുടെങ്കിലും നാടിനടുത്ത് എയർപോർട്ട് ഉണ്ടോ എന്നുള്ളത് താഴെ എന്താണെന്ന് പറയട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു ടൗൺ എന്നല്ല പറയുന്നത്, നമ്മുടെ ആ ഒരു വില്ലേജിലെ മെയിനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കാണുന്നത് കേട്ടോ. ഞാൻ സ്ഥലം ഏതാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾ കണ്ടോ കേട്ടോ. അവിടെ ഒരു പുതിയ ഹോട്ടലൊക്കെ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഹോട്ടലാണ് നിങ്ങൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വെള്ള സംഭവം കേട്ടോ. ഇത് ഞാനൊരു 100 മീറ്റർ പൊക്കത്തൂടെയാണ് പറക്കുന്നത്. അതിനും കുറച്ചും കൂടെ മേലോട്ടൊക്കെ പോകും. പക്ഷേ ഞാൻ അതിന് മേളിൽ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. കാരണം അത് കഴിഞ്ഞ് ഇപ്പം തന്നെ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ കിടന്ന് ഇത് ചെയ്യുവാണ്. കാരണം നമ്മൾ ഇത്രയും വിലയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒരു തോട്ടത്തിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ആരും തന്നെ ഇങ്ങനെ പച്ച പുൽമേടിൻ്റെയൊക്കെ മേടിൻ്റെയൊക്കെ മേളിൽ കൂടെ ഓക്കെ, ബട്ട് അല്ലാണ്ട് വലിയ തോട്ടങ്ങളുടെയൊക്കെ മേളിൽ കൂടെ ഡ്രോൺ അങ്ങനെ പറപ്പിക്കാറില്ല എന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു കണക്ഷൻ കട്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ഡ്രോൺ എവിടെയാണ് പോയെന്ന് പോലും അറിയാനും കണ്ടുപിടിക്കാനും പറ്റില്ല. ഒരു എന്തായിരുന്നു ഒരു പ്ലെയിനായിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടത്തിന് മേളിലൊക്കെ ആണെങ്കിൽ നമുക്കത് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാം താഴോട്ട് വീഴുന്നൊക്കെ കണ്ട്. ഞാനവിടെ എൻ്റെ ഇതിൻ്റെ ഒരു RC2 റിമോട്ട് എന്ന് പറഞ്ഞ റിമോട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട് എവിടെയാണെന്ന് പോലും കാണുക മൊത്തം തോട്ടമാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മേൽഭാഗം മുഴുവനും. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഞാനിപ്പോൾ അത് റിട്ടേൺ ടു ഹോം എന്നുള്ള ഒരു ഫംഗ്ഷനിലാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ബാറ്ററി ഇച്ചിരി ലോ ആകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ വന്നതുകൊണ്ട് ഞാൻ റിട്ടേൺ ടു ഹോമാണ് അടിച്ചത്. ഇനിയിപ്പോൾ വീടിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ബാറ്ററി എത്ര ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുക. കാരണം നമ്മളിതിപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് എത്ര ശതമാനം കൊണ്ട് നമ്മൾ തിരിച്ചു വരും. നമ്മൾ പോയ റൂട്ടിൽ കൂടെ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ പോയതിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അടുത്താണെങ്കിൽ ഇത് കറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് അതിനകത്ത് കാണിക്കും കേട്ടോ. ഇങ്ങനെ റിട്ടേൺ ടു ഹോം എന്നും ഗ്രീൻ ആരോയും വെച്ച് റിമോട്ടിൽ കാണിക്കും. റിമോട്ടിൻ്റെ വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്കിത് കറക്റ്റ് ആയില്ല എന്തോ ഒരു റീസൺ കൊണ്ട്. സോ അതായത് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വീടൊക്കെ കണ്ടപ്പോഴത്തേക്കിനും വാവ്, നമ്മുടെ വീട്, മെയിൻ റോഡ്, നമ്മുടെ അവിടുത്തെ ആ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ കണ്ടോ. കുറച്ച് ഭാഗം മാത്രം വീടും കാര്യങ്ങളൊക്കെ. പക്ഷെ പെട്ടെന്ന് വന്നു കേട്ടോ. ഒരു 5 to 10% മാത്രമേ എടുത്തുള്ളൂ. റിട്ടേൺ ടു ഹോം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തപ്പോഴത്തേക്കിന് ഈ ഒരു പച്ച ഷീറ്റ് കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. സോ നമ്മുടെ വീടിൻ്റെ അവിടോട്ട് കുറച്ചും കൂടെ താഴ്ന്നു വന്നു കഴിയുമ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആയിട്ട് മെയിൻ റോഡിൽ കൂടെ പോയി എന്തൊക്കെ വണ്ടികൾ പോകുന്നുണ്ട്, നൈറ്റില്ല ഒരു ഈവനിങ് ടൈമിൽ ഞങ്ങളുടെ ആ മെയിൻ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് കാണാൻ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മേളിൽ കൂടെയൊക്കെ ഒന്ന് പറപ്പിച്ച് നോക്കി എങ്ങനെയുണ്ട്, അവൻ്റെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. സോ ഇത് കണ്ട് റോഡിൽ കൂടി ഇങ്ങനെ വണ്ടികളൊക്കെ നിരന്ന് വന്നാണ്. എന്ത് ഭംഗിയല്ലേ. ഒത്തിരി നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ ഞാൻ റിമോട്ട് ആദ്യമേ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡ്രോണ് പുതിയത് പിന്നെ വാങ്ങിക്കുമായിരുന്നു. കാരണം എനിക്ക് RC2 എന്ന് പറയുന്ന റിമോട്ട് തന്നെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ റിമോട്ട് വാങ്ങിച്ചു. അപ്പോൾ അതെന്ത് മണ്ടത്തരാന്ന് തോന്നും കുറേ പേർക്കൊക്കെ. പക്ഷേ ഞാൻ മുന്നേ ഇട്ടിരുന്ന വീഡിയോ കണ്ടവർക്കറിയാം. അതിനകത്ത് കുറേ സിമുലേഷൻ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. RC2 റിമോട്ടിനകത്തും RC3 റിമോട്ടിനകത്തും നമുക്ക് മൊബൈൽ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഓടിച്ച് പഠിപ്പിക്കും നമ്മളെ എങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാൽ. കാരണം ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ കളിപ്പാട്ടം ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല ഈ ഡ്രോണ്. ആക്ച്വലി ഇതിന് 2 ലിവേഴ്സാണുള്ളതെങ്കിൽ ആ ലിവറിന് ഓരോ സൈഡിലോട്ട് ഒരു 8 ഡയറക്ഷനോളം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ബേസിക്കലി കുറച്ച് ഫങ്ഷൻസേ ഉള്ളൂ അതിൻ്റെ. എന്നാൽ തന്നെയും അത് കുറച്ച് കോംപ്ലക്സ് ആണ്. നമുക്ക് അത്ര ഈസി ആയിട്ട് അങ്ങോട്ട് പറപ്പിക്കാൻ പറ്റുകയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഡ്രോൺ വാങ്ങിക്കുമ്പോൾ എന്താണെങ്കിലും നമുക്കത് അത്ര ഒരു കോൺഫിഡൻസും ഉണ്ടാകുകയില്ല. അതെന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ മാറിക്കഴിഞ്ഞാൽ അത് വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ എന്താകും എന്നൊക്കെ ഓർത്തുകൊണ്ടൊക്കെ കേട്ടോ. പക്ഷെ നല്ല രസമില്ലേ. ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ നമ്മുടെ നാട്. എന്ത് രസമാണെന്ന് നോക്കിയേ. അയ്യോ, ആ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ പുള്ളി റിട്ടേൺ ടു ഹോം അടിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഇരിക്കുക വരും കേട്ടോ. നമ്മളതിനകത്തൊരു ഓട്ടോ ഹൈറ്റ് എത്രയാണെന്ന് മാത്രമേ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് എന്നെ ഇപ്പം നിങ്ങൾക്ക് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കാണുകയൊക്കെ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു റോഡിൽ കൂടി ഇപ്പോൾ ഒരു വണ്ടി പോകുന്നത് കാണുമ്പോൾ മനസ്സിലാവും. ഞാനത് പോസ് ചെയ്തതല്ല വീഡിയോ. ഡ്രോൺ അവിടെ സ്റ്റഡി ആയിട്ട് നിന്നതാണ്. പിന്നെ ക്യാമറയാണെങ്കിലും കുറേ റൊട്ടേഷൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. RC2 റിമോട്ട് ആയതുകൊണ്ട് കുറേ കസ്റ്റം ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നല്ല രസമാണ് ഇത് പറപ്പിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടി. നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ എന്നിട്ട് ബാംഗ്ലൂരിലെ കുറേ കിടിലും വീഡിയോസിലാണ് കേട്ടോ. കാരണം ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
ഡ്രോണിൻ്റെ റേഞ്ച് നമുക്ക് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വരെ കിട്ടുന്നുള്ളൂ. ഇത് ശരിക്കും 10 കിലോമീറ്റർ 15 കിലോമീറ്റേഴ്സ് വരെ ദൂരം റേഞ്ച് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മേളിലത്തെ നമ്മൾ താഴോട്ട് പോരുവാണ്. പക്ഷേ കുറച്ച് കാക്കകൾക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കാക്കകളൊക്കെ വന്ന് ഡ്രോണിനെ വട്ടം ഇട്ടു. അപ്പോഴാണ് ഞാൻ ഡ്രോണൊക്കെ ഒന്ന് കറക്കുകയും ഇതിന് ഭയങ്കര നോയ്സ് പൊല്യൂഷനാണ് കേട്ടോ. ഭയങ്കര സൗണ്ടായിട്ട് താഴെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള. സോ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഡ്രോൺ വീഡിയോസിനായിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ.